ഉയർപ്പിൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഗുണം നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് മരവിച്ച് ചത്തു മരിച്ചു എന്ന് നീ വിധി എഴുതിയിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഈ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കും. അപ്പൊ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കർത്താവ് മരിച്ചു. ഈ മരണം കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആ വ്യക്തി മാനവരാശിയുടെ വിടുതലിന് വേണ്ടിയുള്ള മനുഷ്യപുത്രനാണ്. അവൻ ഈ ഭൂമിയിൽ വന്ന 3.5 വർഷക്കാലം കർത്താവിന് വേണ്ടി വേല ചെയ്തതിന് ശേഷം മരിക്കും. പക്ഷേ മരണത്തെ ജയിക്കുന്നൊരു അഭിഷേകം ആ വ്യക്തിയുടെ മേലുണ്ടാകും. ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമെന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ദൂത് പറയുകയാണ്. നിങ്ങൾ ഒരു ദൂത് കേട്ടിട്ടുണ്ടോ? ഒരു വാഗ്ദത്തം നീ കേട്ടിട്ടുണ്ടോ? നീ എവിടെ നിന്നെ ഒതുക്കി വെച്ചാലും ഈ വാഗ്ദത്തം നിന്നെ പുറത്തു കൊണ്ടുവരും. പിശാചും മനുഷ്യനും കൂടെ ചേർന്ന് നീ കേട്ട വാഗ്ദത്തവും നീ കേട്ട ദൂതും നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ഈ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കെട്ടി ഒതുക്കി വെച്ചാലും അവിടെ നിന്നും ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും.